അപ്പുറത്തെ വീട്ടിലെ വാര്യർ സാറിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. വാര്യർ സാറ് നിങ്ങൾ തമ്മിലുണ്ടായ പഴയ സൗഹൃദത്തിന്റെ കഥകള് ഓരോന്നോരോന്നായി പറയുന്ന കേട്ടപ്പോ എന്റെ കണ്ണു നിറഞ്ഞുപോയി. ഇപ്പോഴും ആ മനസ്സ് നിറയെ സാറിനോടുള്ള സ്നേഹ. വരുന്ന കാർത്തികയുടെ അന്ന് ഭഗവതിയുടെ മുമ്പില് ഒരുമിച്ച് നിന്ന് സന്ധ്യാദീപം തെളിയിക്കാൻ വരുമോ എന്നതീം ചോദിക്കാൻ പറഞ്ഞു. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. എന്തായാലും അമ്പലനടയിലെ വാര്യസാർ കാത്തേക്കും പഴയ കൂട്ടുകാരന് വേണ്ടി. ഇന്ന് തൃക്കാർത്തികയ. എൻ്റെ ഇതുവരെയുള്ള ശ്രമങ്ങൾ പാഴായില്ലെങ്കിൽ ഉത്തേഴത്തെ ശങ്കരൻ നായരും കിഴക്കേടത്തെ കൃഷ്ണവാരും കൂടി കാർത്തിക ദീപം തെളിയിക്കാൻ ഈ അമ്പലമുറ്റത്തെത്തും. ഞാൻ കാരണം പിരിഞ്ഞുപോയ ആ സുഹൃത്തുക്കൾ വീണ്ടും ഒരുമിക്കുന്ന മുഹൂർത്തം നേരിൽ കാണാനുള്ള അവസരം നീ ഉണ്ടാക്കി നിറഞ്ഞ സന്തോഷത്തോടെ പുറപ്പെട്ടതാ ഞാൻ. അവര് വരാതിരിക്കോടാ. വരാതിരുന്ന ഞാൻ തോറ്റു. ഉത്തേഴത്തെ കാറാണല്ലോ. കൂടെ ഏതാടാ പെങ്കൊച്ച്? ശ്രീബാല, മാധവേട്ടന്റെ മോളാ. ഓ, ഈ കാർന്നൂർ എവിടെ പോയാലും ബോബന് മോളിലെ പട്ടിയെ പോലെ ഈ കുട്ടി ഉണ്ടാവും. ഉത്തെഴുത്ത കാർന്നൂര് വന്നിട്ട് അച്ഛൻ വന്നില്ലെങ്കിൽ അച്ഛനെങ്ങോട്ടാ? ഞാൻ എൻ്റെ അച്ഛനെ ശരിക്കൊന്ന് കണ്ടോട്ടേടാ. അച്ഛൻ്റെ അച്ഛനെ കണ്ടോ? അച്ഛനെ കണ്ടാ കുഴപ്പാ. എന്താച്ചാ കണ്ടില്ലേ, രണ്ടുപേരും അംബാനി സഹോദരന്മാരെ പോലെ കൊമ്പ് കോർക്കാൻ നിൽക്കണത്. ഇനിയാണ് എന്റെ റോള്. അച്ഛനോട് നിൽക്കുക. എല്ലാ വിദ്വേഷങ്ങളും മറന്ന് രണ്ടാളും കൂടി ഈ കാർത്തിക ദീപം ആ കൽവിളക്കിലും തെളിയിച്ചാട്ടെ. ഏയ്, ബാല ഇവിടെ നിന്നാ മതി. അവിടെ അവര് രണ്ടാളും മാത്രം മതി. ശരിക്കും നിങ്ങൾ ആരാ? എനിക്കല്ലല്ലോ ഇവിടെ പ്രസക്തി. ദാ അവർക്ക് ഇങ്ങനൊരു അസുലഭ മുഹൂർത്തം എനിക്കിവിടെ ഒരുക്കാൻ കഴിഞ്ഞത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ നന്മയും സ്നേഹവും കാരണം. ബാല സ്നേഹബന്ധങ്ങളെ മാനിക്കുന്ന ഒരു നല്ല കുട്ടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വിവരം മറ്റാരും അറിയരുത്. ഞാൻ വരട്ടെടാ മാരനെ. ശങ്കരനാര് ചെല്ല്, നമുക്ക് വീണ്ടും കാണാം. കാണണം. ഓ ആ വാ മോളെ. ഡ്രൈവർ വണ്ടി തിരിക്കേ. ഓ, നിർത്ത്. ഇപ്പൊ എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ രണ്ട് കുടുംബങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന്. തൃപ്തിയായില്ല എനിക്ക്. നിന്നെപ്പോലൊരു മകന് ജന്മം നൽകിയ ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ.
അച്ഛൻ ഇനി നാട്ടിലെത്തേണ്ടത് കിഴക്കേടത്തെ തറവാടിന്റെ മുറ്റത്ത് കാലൂത്താനായിരിക്കണം. ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് നമുക്ക് സാധിക്കച്ച. ശരി, ഞാൻ പോയിട്ട് വരാം. പണ്ട് ഇവിടുന്ന് ഒളിച്ചോടിപ്പോയ കിടക്കേടത്ത് രാജന്റെ മകനാണല്ലേ നീ? നിന്റെ ലക്ഷ്യം 2 കുടുംബങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കുക എന്നതാണല്ലേ? അതെ കുമാരൻ, ഞാൻ ഈ രഹസ്യം ആദ്യം പുത്തേടത്ത് പറയണോ അതോ കിഴക്കേടത്ത് പറയണോ? മുതലാളി! ഞെട്ടിപ്പിക്കുന്ന രഹസ്യം കിട്ടി. ഞാനൊന്ന് പറയുന്ന കേക്ക്. കേൾക്കേണ്ടതെല്ലാം കേട്ട് കഴിഞ്ഞു. ഇനി കേൾക്കേണ്ടവർ ഞാൻ കേൾപ്പിച്ചോളാം. ഇത് 1500 വർഷം പഴക്കമുള്ള പഞ്ചലോഹ വിഗ്രഹമാണ്. ആദ്യം ഇതിന്റെ വില പറ. ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് അങ്ങ് ഉറപ്പിക്കാം. വെറും 1.5 ലക്ഷോ? അത് നഷ്ടം എനിക്ക്. ഒരു കാര്യം ചെയ്യാം, കുറയ്ക്കണ്ട, നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപ. എന്താണ് അവിടെ? കള്ളൻ 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 എവിടെ? ദേ. സാറേ, ഈ വിഗ്രഹം സാറിന്റെ വീട്ടിലല്ലേ? അതെല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നു? സാറേ, കാര്യവൻ പുത്തേഴത്തെ കാര്യസ്ഥനായിരുന്നെങ്കിലും കളവിന് കൂട്ടേക്കാൻ എനിക്കാവില്ല. എന്റെ അമ്മച്ചി! ഇടി കൊണ്ടതിന് ശേഷം വിളിക്കടാ എന്റെ അമ്മച്ചിന്ന്. ഇയാളെന്താ ഇവിടെ? ഇവന്മാരെ കള്ളനെ ഫോളോ ചെയ്ത് വന്നത് സത്യസത്യമാരാ. ഉണ്ടച്ചോറിന് നന്ദി. സാറേ, എനിക്കൊരു അത്യാവശ്യം പറയാനുണ്ട്. സാറിന് നിനക്ക് അനാവശ്യം പറയാനുണ്ടോ? അവനെ അടിക്കണം സാറേ. അതൊക്കെ നീ അങ്ങ് കോടതി ചെന്ന് പറഞ്ഞാ മതി. കോടതിയിലല്ല, പുത്തേഴത്ത് പറയാനുള്ളതാ. എന്താടാ ഉത്തേടത്തെ കാര്യം കിഴക്കേടത്തുകാരോട് പറയാനുള്ള ധൈര്യം നിനക്ക്? എന്റെ അമ്മേ! ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കേസും ഇവന്റെ തലയിലോട്ട് വെച്ചേരെ. വണ്ടി കെട്ട്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. അതൊക്കെ പറഞ്ഞാ മതി മുത്തശ്ശ, എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, അച്ഛൻ ഏത് അമ്പലത്തിലേക്കാ പോകുന്നത്? കുടുംബക്ഷേത്രത്തിലേക്ക്. അതിന് അവിടെ പൂജയുണ്ടോ? വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ തിരി തെളിച്ചു. ദേവിയുടെ അഭീഷ്ടം അതാണ്. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ വഴക്കം വെക്കാനൊന്നും വേണ്ട, ദോഷമാവും. അച്ഛൻ ഇത് എങ്ങോട്ടാ ഇത്ര ധൃതിയില്ലേ? എനിക്കൊന്ന് അമ്പലം വരെ പോണം. നമ്മുടെ അമ്പലത്തില് കാർത്തികയുടെ ആരോ ദീപം തെളിയിച്ചിട്ട് പറഞ്ഞു കേട്ടല്ലോ. ഞാനാ തെളിയിച്ചത്. ഇനി നിത്യം അവിടെ പൂജ ഉണ്ടാവും. പ്രശ്നവശാൽ ദേവിയുടെ അഭീഷ്ടമാണ്. ഇനി അതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട, ദോഷമാണ്. മുത്തശ്ശ, ആ, എന്താ മോളെ? ഞാനുണ്ട് അമ്പലത്തിലേക്ക്. ആ, കേറിക്കൊള്ളൂ.